ഹായ് ഓൾ. സോ മക്കളെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ കേരളത്തിലെ +2 ടോപ്പറായിട്ടുള്ള 1200 മാർക്ക് ലഭിച്ച ഗൗരി പാർവതിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് എക്സൈറ്റഡ് ആയിരിക്കും ഗൗരിയുടെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം ഗൗരിയുടെ അടുത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അല്ലേ. അതായത് മക്കളെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും. അതായത് +1 കഴിഞ്ഞ് +2ലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഗൗരിയുടെ സ്റ്റഡി പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടിട്ട് പരിശോധിക്കാം. അപ്പം ഗൗരി കോഴിക്കോട് നിന്നാണ് വരുന്നത് അല്ലേ? അതെ. അപ്പോൾ കോഴിക്കോട് നമ്മുടെ മാനാഞ്ചിറ ക്യാമ്പസിൽ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു 1200 മാർക്ക് ലഭിക്കുക പറയുമ്പോൾ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, കാരണം ഇപ്രാവശ്യം നല്ല ടഫ് എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് ഒരു സൈറ്റിൽ ഇങ്ങനെ കണ്ട് റിസൾട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇത് ഫേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. ഞാൻ വേറെ സൈറ്റിൽ നോക്കാം, കാരണം ഞാൻ ഏതോ ലിങ്ക് ആയിരുന്നു ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ വേറെ സൈറ്റിൽ നോക്കാൻ പോയി. പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ന്യൂസിൽ പറഞ്ഞിട്ടാണ് ശരിക്കും കിട്ടി. എനിക്ക് വിശ്വാസമാണ്. എന്നിട്ട് എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. ഞാനിങ്ങനെ ഇത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ. എനിക്ക് +2 ബോർഡ് എക്സാം ഇത്തവണ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലേ? സയൻസ് സബ്ജക്ട്സ് ഒക്കെ നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നല്ലേ? തീരെ എക്സ്പെക്ട് ചെയ്തു. നമുക്ക് +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല. +1 ഫുൾ മാർക്ക് തന്നെയാണ്. സോ മക്കളെ +1ലും +2ലും എന്താണ് ഫുൾ മാർക്കാണ്. ഒരു മാർക്ക് പോലും കുറയാതെ കിട്ടുക പറയും. അതും എല്ലാ സബ്ജക്റ്റും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, നമ്മുടെ ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് അടക്കം എല്ലാത്തിലും എന്താണ് ഫുൾ മാർക്കാണ് വിത്തൗട്ട് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതേപോലെ മക്കളെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? +1 കഴിഞ്ഞ് +2ലേക്ക് വന്നപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് മോള് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? +1 കഴിഞ്ഞ് +2ലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ +1 ഇത്ര ഒരു തീരെ സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. നമ്മൾ പഠിച്ച ടൈമിൽ +1 DPP ഇല്ലായിരുന്നു. പക്ഷെ +2 എത്തിയപ്പോഴത്തേക്ക് നമുക്ക് DPP വന്നപ്പോൾ വളരെ ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഡേ വൈസ് ഓരോ ടോപ്പിക്സ് എടുക്കുമ്പം കറക്റ്റ് ഇന്ന സാധനം നമുക്കൊരു ടച്ച് ഉണ്ടാവും. മറ്റേത് എന്താ എന്നൊരു പിടിയില്ലാത്ത രീതിയിലായിരുന്നു. ഓക്കെ, നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസിൽ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മാനാഞ്ചിറ ഓഫ്ലൈൻ ക്യാമ്പസ്? ഇഷ്ടമായോ? ഓഫ്ലൈൻ ക്യാമ്പസ് ഒക്കെ ഫുൾ അടിപൊളിയായിരുന്നു. മെന്റേഴ്സ്, ടീച്ചേഴ്സ് എല്ലാവരും എടുത്തുമായിട്ട് ഞാൻ അങ്ങനെ കമ്പനിയായി. എല്ലാവർക്കും അറിയാം അത്യാവശ്യം. അങ്ങനെ നല്ല ക്യാമ്പസ് ലൈഫ് ഒക്കെ അടിപൊളിയായിരുന്നു. അതെ. അത് മാത്രമല്ല ട്യൂഷൻ, എനിക്ക് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് അല്ലേ മോള് പഠിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ നീറ്റ് എക്സാമിന് ഇത് യൂസ്ഫുൾ ആയിരുന്നു? അതെ, യൂസ്ഫുൾ ആയിരുന്നു നല്ല രീതിയിൽ. ഇത്തവണ നീറ്റ് എക്സാം ഡിഫിക്കൽട്ടും ആയിരുന്നു. അതെ. വിചാരിച്ച സ്കോറൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നോ? വിചാരിച്ചത് എത്ര ഡിഫിക്കൽട്ട് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം വിചാരിച്ച സ്കോർ ലഭിച്ചിട്ടില്ല. പക്ഷെ ഡിഫിക്കൽട്ട് ആയ ഒരു എക്സാമിന്റെ ബേസിസിൽ നോക്കുമ്പോൾ നല്ല സ്കോർ, എനിക്ക് തോന്നുന്നു നല്ലൊരു സ്കോർ ലഭിച്ചിട്ടുണ്ടല്ലേ ഓൾറെഡി. അപ്പോൾ നമ്മൾ പോകുന്നത്, അതായത് നമ്മൾ +2ലേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ഇപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ മെയിൻ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ മോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്? കൂടുതൽ എന്തൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മാത്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫോർമുലാസ് നല്ലോണം അറിയണം. സംഭവം ഒരുവിധം കോൺസെപ്റ്റ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസിൽ തന്നെയാണ് മെയിൻ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നമുക്ക് മനസ്സിലാവും എന്നുള്ള. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് എടുക്കുക എന്നുള്ളത് അല്ലേ? ഓക്കെ. ബയോളജി ഇഷ്ടമായിരുന്നു? ബയോളജി ഇഷ്ടമായിരുന്നു. NCERT നല്ലോണം നോക്കുക. ഫിസിക്സ് അതേപോലെ തന്നെ? അതെ, ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ NCERT അത്ര അങ്ങോട്ട് ഡീപ്പായിട്ട് പോയിട്ടില്ല. എന്താ തോന്നിയത് ഇപ്പം ബോർഡ് എക്സാമിന്റെ പാറ്റേൺ ചെയ്യുന്ന മാറി മാറി വരികയാണല്ലോ? അപ്പം നമ്മൾ ഏറ്റവും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് തോന്നിയത്? NCERT ആണോ അതോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണോ? ഇപ്പോൾ ബോർഡ് എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ മാറുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് NCERT തന്നെയാണ്. NCERT നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലേ. ലാംഗ്വേജിലടക്കം ഫുൾ മാർക്ക് ആയിരുന്നു. ലാംഗ്വേജ് എങ്ങനെയാണ്? സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? ഇംഗ്ലീഷൊക്കെ നമ്മൾ എല്ലാത്തിനും ഒരു വ്യത്യസ്തമായ ഒരു ആൻസർ എഴുതുക എന്നുള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ അത് ആ വായിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ കുറേ ആൻസർ ഷീറ്റ്സ് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ വരികയാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കാൻ തോന്നുക. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്സ് ഇങ്ങനെ വേറെ ബുക്കുകളൊക്കെ ഇങ്ങനെ റെഫർ ചെയ്തിട്ട് അതിൻ്റെ ഒക്കെ ഇങ്ങനെ ഓപ്പണിങ്സ് ഒക്കെ അല്ലേ, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ നമ്മളൊന്ന് വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ChatGPT കടന്നിട്ട് ഇങ്ങനെ എന്താണ് ഇത് എന്ന് നന്നാക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ നോക്കി ഇമ്പ്രൂവ് ചെയ്ത് എടുത്തതാണ്. അതെ. മോളപ്പോൾ ഡെയിലി എത്ര മണിക്കൂർ പഠിക്കായിരുന്നു? അങ്ങനെയൊന്നുമില്ല. എക്സാമിന്റെ തലേന്ന് അത്യാവശ്യം നല്ല തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അങ്ങനെ ഫോണിലൊന്നും കളിക്കാണ്ട് ഉറങ്ങാണ്ട് എക്സാമിന്റെ തലേന്ന് ഉറങ്ങാണ്ട് മീൻസ് ഉറങ്ങും. പക്ഷെ ഞാൻ കൂടുതലും നല്ലോണം ഉറങ്ങുന്ന ഒരാളാണ്. എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി അങ്ങനെ ഒരു കൂടുതൽ അത്ര ഭയങ്കരമായിട്ടൊന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യില്ലെങ്കിലും എന്നാലും ഉണ്ട്. അതായത് ഡെയിലി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ പഠിച്ചു പോവായിരിക്കും. അങ്ങനൊന്നുമില്ല.
അത് ഓരോ മൂഡിനനുസരിച്ചാണ്. ചിലപ്പോൾ എക്സാം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നല്ലോണം പഠിക്കും. ഇപ്പോൾ ഞാൻ റഹ്മാനി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ആണെങ്കിലും ഡെയിലി എക്സാംസ് കുറേ ഉണ്ടാവും. ഇവിടെ സൈലം മാനാഞ്ചേരിയിലാണെങ്കിലും ഫുൾ എക്സാംസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഡിസംബർ 1 തൊട്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ എക്സാം എഴുതുകയാണ്. അപ്പോൾ എക്സാം എഴുതിയിട്ട് ഇങ്ങനെ അതായത് നമ്മൾ മാക്സിമം എക്സാം എഴുതുമ്പോൾ അത്ര നമ്മൾ പ്രാക്ടീസ് ആവും. ആ ഒരു ടെൻഷൻ കുറയും, നെർവസ് കുറയും അല്ലേ? അതിപ്പോൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് ആണോ ടേം എക്സാം ആണോ നോക്കണ്ട, എല്ലാത്തിനും സീരിയസ് ആയിട്ട് മാക്സിമം എക്സാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ 10th കഴിഞ്ഞിട്ട് മോള് മലയാളം മീഡിയം ആയിരുന്നു? ഇംഗ്ലീഷ് മീഡിയം. 10th വരെ ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേംസ് ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്ലസ് 1 പ്ലസ് 2 വരുമ്പോൾ അല്ലേ? അപ്പോൾ എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്തത്? ഹയർ സെക്കൻഡറിയിൽ വരുമ്പോൾ എന്താണ് നമ്മുടെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭീകരമായിട്ട് മാറിയില്ലേ? അതെ, പ്രെഡിക്റ്റ് ചെയ്യണ പോലെയല്ല വന്നത് ഇപ്രാവശ്യം. ടെക്സ്റ്റ് ബുക്കിന്റെ സ്റ്റൈലും എല്ലാം മാറിയില്ലേ? NCERT വന്ന സമയത്ത് NCERT ആയിരുന്നില്ല അതുവരെ ഉണ്ടായിരുന്നു? NCERT ഫുൾ ഇങ്ങനെ കളറുള്ള ഫുള്ള് സാധനം ഇങ്ങനെ രാമു രാജു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അതേപോലെ ഗൗരി, നമ്മൾ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച്, നമ്മൾ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ആയതുകൊണ്ട് നമ്മുടെ സൂപ്പർ കിങ്സ് ബാച്ച് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ കിങ്സ് ബാച്ച് ഹെൽപ്ഫുൾ ആയിരുന്നോ? സൂപ്പർ ഗെയിംസ് വെച്ച് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതിപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു ഡൗട്ടൊക്കെ വരുന്ന കാര്യങ്ങളിൽ ഇപ്പം ഓഫ്ലൈനിൽ എടുത്തതാണെങ്കിൽ നമുക്കിപ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് ക്ലിയർ ആവാത്തതൊക്കെ വരുമല്ലോ, അപ്പോൾ അത് നമുക്ക് ഓൺലൈനിൽ നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. വേറെ ചോദിക്കുവാണെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുന്നത് വളരെ വലിയൊരു കടമ്പ തന്നെയാണ്. ഇപ്പോൾ 10th മോക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു? ഫുൾ എ പ്ലസ് ആയിരുന്നു. അപ്പോൾ 10th ഫുൾ എ പ്ലസ് ആണ്, അതേപോലെ ഇപ്പോൾ പ്ലസ് 2 ഫുൾ മാർക്കും ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അതേപോലെ തന്നെ നാട്ടുകാരുടെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു? നാട്ടുകാരെ എല്ലാരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും സന്തോഷം തന്നെ എല്ലാവരും. സോ അപ്പോൾ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും ഗൗരിക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് ആലോചിച്ചിട്ട്. മക്കളെ, പ്ലസ് 2 വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ടെൻഷനും അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സാധിക്കുമെന്നുള്ളതാണ് ഗൗരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഫൈനലി ഗൗരിക്ക് എന്താണ് നമ്മുടെ പ്ലസ് 2 മക്കളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഓഡിയൻസിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇത്രയും ഒരു പ്ലസ് 1 പ്ലസ് 2 ഒരു കാര്യങ്ങളും എന്തൊക്കെയാണ് ഗൗരി ഫോളോ ചെയ്തത്, ഗൗരി എങ്ങനെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ഇവർ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ ഈസി ആണോ, ഒന്ന് ജസ്റ്റ് അവരുടെ അടുത്ത് എന്തെങ്കിലും 2 വാക്ക്. എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് 1 കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയത് പ്ലസ് 2 ബിക്കോസ് പ്ലസ് 1 10th കഴിഞ്ഞ് പ്ലസ് 1 വന്നിട്ട് ഞാൻ ഫുള്ള് കിളിപോയ അവസ്ഥയിലായിരുന്നു ഓൾമോസ്റ്റ്. പക്ഷേ പ്ലസ് 2 എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇവിടുത്തെ DPP എല്ലാം അയച്ച് എനിക്ക് കുറച്ചും കൂടെ ഒരു കണക്ഷൻ സിലബസ് ആയിട്ടുള്ളത് പ്ലസ് 2 എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ റിവൈസ് ചെയ്യുക നല്ലോണം, എല്ലാ ടോപ്പിക്സും ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര പ്രാക്ടീസ് ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻസും. പിന്നെ പേടിക്കാനൊന്നുമില്ല, ഇങ്ങനെ സൈലമുണ്ട് കൂടെ എല്ലാവരെയും കൂടെ ഇങ്ങനെ ഫാക്കൽറ്റീസിനൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് എല്ലാം ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതന്നെയാണ്. അതെ, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഗൗരി പറയുന്നത്. സോ മക്കളെ, നമുക്ക് ഇതേപോലുള്ള ഒരു അടിപൊളി അച്ചീവ്മെന്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. സോ താങ്ക് യു സോ മച്ച് ഗൗരി ഫോർ കമ്മിങ്. നമുക്ക് വീണ്ടും കാണാം. കാണാം.